സൗണ്ടിന്റെ കാര്യം ഞാൻ പറയാം. മിസ്സായ ഒരു കാര്യമാണ്. നമുക്ക് ഓരോ മൊമെന്റ് അതിപ്പം മ്ലാത്തച്ചേട്ടത്തിയും പീയൂഷും തമ്മിലുള്ള ഒരു കാണാതെ ഓടി വരുന്ന ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ആ ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് ആ മ്യൂസിക് വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ആ മ്യൂസിക്കിനും എസ് എഫ് എക്സ് ആയിരുന്നാലും എന്തായിരുന്നാലും നമുക്ക് കറക്റ്റ് ആ കാടിന്റെ സൗണ്ടും അത് എസ് എഫ് എക്സിൽ കറക്റ്റ് അറിയാറുണ്ട്. കാടും ആ അരുവിയും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി. ഒരു കണ്ടോണ്ടിരിക്കുന്ന ഒരു അത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് വിഷ്ണു അതിൽ. ആ തിയേറ്ററിൽ ചെയ്യുന്ന പ്രേക്ഷകന് ശരിക്കും ഞാൻ പറയുന്നില്ലേ, എങ്ങനെയാണോ വിഷ്വല് നമുക്ക് തരുന്നത്, ശരിക്കും നമ്മളൊരു കാടിനകത്ത് തന്നെയാണ്. അത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാടിനകത്ത് എങ്ങനെയാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. ചെറിയ കാര്യം ഇതാണ് നായയുടെ ഇപ്പൊ കാണുന്ന നായയുടെ സൗണ്ട് ആക്ച്വലി നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്ര അത് എഫക്റ്റ് കിട്ടില്ല. ആക്ച്വലി അതിന്റെ ഒപ്പത്തിനൊപ്പം ലെയറായിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഔട്ട് കിട്ടിയിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ആ സൗണ്ടിന്റെ പല സ്ഥലങ്ങളിലും ഭയങ്കര ലൗഡായിട്ട് കുരയ്ക്കുന്നുണ്ട്, മുരളുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ വേരിയേഷൻ നമുക്ക് നമ്മൾ നോർമലി കാണുന്ന നമ്മളൊരു ദൂരെ വെച്ചൊരു നായയെ കാണുമ്പോ അത് ഇങ്ങനെ അടുത്തോട്ട് ലൗഡ് കൂടുന്നു, പിന്നെ പാർക്ക് ചെയ്യുന്നു.